മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഒരു MBA കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. വളരെ പ്രസിദ്ധമായൊരു കോളേജാണ്. MBAയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റും മറ്റ് ചില സർട്ടിഫിക്കറ്റുകളും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകളും വേണമെന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ HOD പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ എഴുതി തരാൻ. അവർ പുറത്തു പോയിട്ട് 4-5 വിദ്യാർത്ഥികൾ അവർക്ക് കോണ്ടക്ട് സർട്ടിഫിക്കറ്റും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു. ആ HOD വളരെ അടുത്ത ഒരു ഫ്രണ്ടായിരുന്നതുകൊണ്ട് 4-5 കുട്ടികളുടെ ആപ്ലിക്കേഷനും എൻ്റെ കയ്യിൽ തന്നിട്ട് അതൊന്ന് വായിക്കാൻ പറഞ്ഞു. അത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ വളരെയേറെ ദുഃഖം തോന്നി, അത്ഭുതം തോന്നി, വേദന തോന്നി, നിരാശ തോന്നി. കാരണം അവനവൻ്റെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും വേണമെന്ന ഒരു അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ പരമാവധി 3 ലൈനോ 4 ലൈനോ അതിലുണ്ടാവുള്ളൂ. ആ 4 ലൈനിനകത്ത് അല്ലെങ്കിൽ 3 ലൈനിനകത്ത് ഒരു 10 മിസ്റ്റേക്കെങ്കിലും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ചേർത്തിട്ടില്ല, ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വിഷയ അവതരണ മിസ്റ്റേക്ക് ആ 4-5 ആപ്ലിക്കേഷനിലും കണ്ടു. പക്ഷെ ഈ കുട്ടികൾ HODയുടെ മുമ്പിൽ നല്ല കോൺഫിഡൻസോടുകൂടിയായിരുന്നതും നിന്നതും സംസാരിച്ചതും. ഇത് കണ്ടതിന് ശേഷം ഞാൻ ചില സ്കൂളുകളിലും കോളേജിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വെറുതെ അധ്യാപകരോട് ചോദിക്കാറുണ്ട്, അധ്യാപികമാരോട് ചോദിക്കാറുണ്ട്, കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കരമായിട്ടോ ഇന്ന് വരെ കേൾക്കാത്ത കുറെ കമന്റുകളാണ് ടീച്ചേഴ്സിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയത്. ടീച്ചേഴ്സ് പറഞ്ഞു, സാറേ ഈ പിള്ളേർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല ധൈര്യമുണ്ട്, ഏത് കാര്യവും അവര് ഇടിച്ചു കയറി ചെയ്യുമെന്നൊരു തോന്നലുണ്ട്, പക്ഷെ ഒന്നും അവർക്ക് അറിഞ്ഞൂടാ സാറേ. സാമാന്യമായി പണ്ടത്തെ കാലത്ത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചിരുന്ന കാലത്തെ സാമാന്യ ബോധം പിള്ളേർക്കില്ല. അവർക്ക് എന്തൊക്കെയോ അറിയാമെന്നൊരു ധാരണയുണ്ട്. അവർക്കില്ലാതെ പോയത് പലതും അവർക്ക് അറിഞ്ഞുകൂടാ എന്ന അറിവ് അവർക്കില്ലാതെ പോയി. ഇത് തന്നെയായിരുന്നു ഞാൻ പല സ്കൂളുകളിൽ പോയപ്പോൾ പല ടീച്ചേഴ്സിനോടും സംസാരിച്ചപ്പോൾ പുതിയതായിട്ട് BEd കഴിഞ്ഞ് ടീച്ചിങ് ജോലിയിലേക്ക്, പ്രൊഫഷനിലേക്ക് എന്ന് പറയുന്നില്ല, ടീച്ചിങ് ജോലിയിലേക്ക് വരുന്ന ടീച്ചേഴ്സ് ഈ കണ്ണിന്റെ 2 സൈഡിലും കവറ് വെച്ച് ഒരു കുതിര നേരെ മാത്രം നോക്കാൻ നിർബന്ധിതരാവുന്നത് പോലെ ആ ടീച്ചേഴ്സ് നേരെ മാത്രമേ നോക്കുന്നുള്ളൂ. അവരോട് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത് മാത്രം പഠിപ്പിച്ച് മെക്കാനിക്കലി സ്റ്റീരിയോ ടൈപ്പായിട്ട് പഠിപ്പിച്ച് അവർ ജോലി തീർത്ത് വരും. ഷെഡ് ലോഡ് വർക്കേഴ്സ്
ലോറിയിലേക്ക് സാധനം കയറ്റുന്നതും ലോറിയിൽ നിന്ന് താഴെ ഇറക്കുന്നതും പോലെ വെറും മെക്കാനിക്കലി പഠിപ്പിച്ചിട്ട് വരുന്ന ടീച്ചേഴ്സിനെ ധാരാളം പേരെ കണ്ടു. ഇങ്ങനൊരു വിഷയം ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ പറയാറുമില്ല. പക്ഷെ ഈ MBA കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സാമാന്യ ബോധമില്ല, ബുദ്ധിയില്ല, വിവേകമില്ല, അല്ലെങ്കിൽ ചിന്തിച്ച് കാര്യങ്ങള് വരും വരായികകൾ ചേർത്ത് വിലയിരുത്താനുള്ള ഒരു ബോധവുമില്ലാതെ ആത്മവിശ്വാസം കൊണ്ട് നിറച്ച് ആരൊക്കെയോ പറഞ്ഞത് കേട്ട് ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞ് ധൈര്യമായി മുമ്പോട്ട് പോകൂ, നിങ്ങൾക്ക് സാധിക്കും, അത് തളരരുത്, നിങ്ങൾക്ക് സാധിക്കും എന്നെല്ലാം പറഞ്ഞ് ഒരു സൂപ്പർ കോൺഫിഡൻസ് കൊടുത്തതിന്റെ പരിണത ഫലമാണോ എന്ന് തോന്നുന്നു. ഇല്ലാത്ത പലതും അവർക്കുണ്ടെന്ന ധാരണ, സാമാന്യമായ അറിവ് പോലും ഇല്ല എന്ന് ഒരു കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കുറേ ടീച്ചർമാരെടുക്കുന്ന ബുദ്ധിമുട്ട് ഇന്നലെ ഞാൻ നേരിട്ട് കേട്ടു. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് പലതും അടിസ്ഥാനപരമായിട്ടുള്ളതൊന്നും അറിഞ്ഞൂടാ. പല കുട്ടികൾക്കും പലതും അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അറിഞ്ഞുകൂടാത്ത പലതും അറിയാമെന്ന് ധരിച്ച് ഇന്നത്തെ പരീക്ഷാ സമ്പ്രദായത്തില് ഒരു തരത്തിലും ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത മെക്കാനിക്കൽ ആൻസറിംഗ് സിസ്റ്റവും കുറച്ചെന്തെങ്കിലുമൊക്കെ എഴുതിയാൽ പോലും 50% മാർക്ക് കൊടുക്കണം എന്നുള്ള ആ ഗവൺമെന്റ് പോളിസിയും എല്ലാം കൂടി ചേർത്ത് ഇപ്പൊ നമ്മള് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇറക്കി വിടുന്നത് വെറും സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്ത് ഞാനിതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, അതല്ല അവർ ശരിക്കും ഞാൻ MA ആണ്, ഞാൻ BA ആണ്, BSc ആണ്, MSc ആണ് എന്ന അമിതമായ ആത്മവിശ്വാസം, ഒരു കാരണവശാലും അർഹതയില്ലാത്ത ആത്മവിശ്വാസം നമ്മുടെ വിദ്യാർത്ഥികളില് കോളേജിലൂടെയും സ്കൂളുകളിലൂടെയും അധ്യാപകരിലൂടെയും നിറയ്ക്കുമ്പോ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ദലൈലാമ പറഞ്ഞതുപോലെ ചെടിയുടെ മുകളിലല്ല വെള്ളമൊഴിക്കേണ്ടത്, വേരിലാണ് വെള്ളമൊഴിക്കേണ്ടത്. നമ്മുടെ മക്കള് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള വർക്കിംഗ് ഡേയില് 7 മണിക്കൂറാണ് സ്കൂളിൽ ചെലവഴിക്കുന്നത്. ബാക്കി 17 മണിക്കൂർ നമ്മളുടെ 1-2 മക്കള് നമ്മളുടെ വീട്ടിലാണ് ചെലവഴിക്കുന്നത്. ഹോളിഡേയ്സ്, സാറ്റർഡേ സൺഡേ ഉൾപ്പെടെയുള്ള ഹോളിഡേയ്സ്, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ, ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും വെക്കേഷനുകളെല്ലാം കൂടി നോക്കിയാൽ ഒരു 150 ദിവസം 24 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങള് അത് പഠിപ്പിക്കേണ്ടതുപോലെ സ്കൂളിൽ പഠിപ്പിക്കും. നല്ല ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ വലിയ സ്കൂളിൽ ചേർത്തിരിക്കുന്നത് എന്ന് ഒരിക്കലും ചിന്തിച്ച് അവനവന്റെ ഉത്തരവാദിത്വം സ്കൂളിലെ ടീച്ചേഴ്സിന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. നിർഭാഗ്യവശാൽ ഭാരതത്തിലെമ്പാടും ഇപ്പൊ സംഭവിക്കുന്നത് PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നു. അവിടെ സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. മിക്കവാറും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ടീച്ചേഴ്സ് പ്രൈവറ്റ് സ്കൂളിലേക്ക് വരുന്നു. അവിടെ വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ വളരെ ക്വാളിറ്റി ഉണ്ടെന്ന് ധരിക്കുന്ന
പിന്നെ രാവിലെ 5 മുതൽക്ക് ട്യൂഷനും കഴിഞ്ഞ് ആ പുസ്തകപ്പുഴുവിനെ പോലെ ജീവിക്കുന്ന മക്കള് ജീവിതത്തിലേക്ക് കയറുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന വലിയ അപജയം, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ലോകത്തിൽ MBA എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും സഹപാഠികളെയോ മുതിർന്നവരെ, ഉയർന്ന അധികാരത്തിലിരിക്കുന്നവരെയോ താഴ്ന്നിരിക്കുന്നവരെയോ കൈകാര്യം ചെയ്യേണ്ടത് മുഴുവനും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടുമാണ്. അതാണ് മാനേജ്മെന്റ്. ആ വാക്കുകൾ തന്നെ പ്രയോഗിക്കാൻ അറിഞ്ഞുകൂടാ, പിന്നെ എന്ത് പ്രയോഗിച്ചാൽ എന്താ കാര്യം? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അനുസരിച്ചിട്ട് ലെയ്ത്തില് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ടീച്ചറിന്, ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക്, ഒരു സിഇഒക്ക്, ഒരു പ്രസിഡന്റിന്, ഒരു ഡയറക്ടർക്ക്, ഒരു മാനേജർക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ, പെരുമാറാൻ അറിഞ്ഞുകൂടായെങ്കിൽ, വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ, ആ മാനേജ്മെന്റിനകത്തുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഊഹിച്ചെടുക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല എങ്കിൽ എങ്ങനെയാ ഒരു മാനേജ് ചെയ്യുക സിസ്റ്റത്തിനെ? ആ വലിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാക്കി, കുറവുകളെ കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കാതെ, പരിമിതികളെ കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കാതെ, കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പരാധീനതകളും കുറവും, ജീവിതത്തിൽ ദുഃഖമുണ്ട്, വിഷമമുണ്ട്, തടസ്സമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാനും ഇന്നത്തെ സ്കൂൾ സംവിധാനത്തില് ഒന്നുമില്ലെന്ന് മാത്രമല്ല മറിച്ചുണ്ടതാനും. ഞാനും കൊടുക്കാറുണ്ട്. ഇന്നലത്തോടുകൂടി ഞാൻ പുനർവിചിന്തനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറവുകളുണ്ട് മക്കളെ എന്നുകൂടി ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ കുറവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ നമ്മളിപ്പോ തെറ്റായിട്ട് പലതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അങ്ങനെ എനിക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും ചുറ്റുപാടും കാണുന്നു. എനിക്ക് ബസ്സിന് കല്ലെറിയാൻ സ്വാതന്ത്ര്യമുണ്ട്, യാത്രക്കാരെ തടയാൻ സ്വാതന്ത്ര്യമുണ്ട്, സെക്രട്ടേറിയറ്റ് ബ്ലോക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഏത് ഗവൺമെന്റ് സ്ഥാപനവും തകർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ എനിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. ചുംബിക്കാനോ, തുണിയില്ലാതെ നടക്കാനോ, ഭാര്യയെയോ മക്കളെയോ വഴി കൂടെ പോകുന്ന ആളെയോ ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തില് പരിമിതികളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ആരുമില്ലാതെ വരുമ്പോ ഇവരെല്ലാം സമൂഹത്തിന്റെ സൃഷ്ടാക്കളും മാതൃകകളുമെല്ലാം ആകുമ്പോ വളരുന്ന ഭാരതം, ഉയരുന്ന ഭാരതം, ഉണരുന്ന ഭാരതത്തില് ഇതേപോലെ ഉള്ളവർ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ രോഗമായി മാറുന്ന അവസ്ഥ, അവര് തന്നെ ക്യാൻസറായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മക്കൾക്ക് അവരുടെ പരിമിതികളെ കുറിച്ച് കൂടി ഓർമ്മ വരുത്താൻ പാകത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ പരിമിതിയുണ്ടെന്ന് അറിയിക്കൽ മാത്രമല്ല, ഇങ്ങനെയുള്ള പരിമിതിയുണ്ട്, അത് ഓവർകം ചെയ്യാൻ, അത് തരണം ചെയ്ത ആ പരിമിതിയെ ഇല്ലാതെയാക്കാൻ പഠിക്കണം, ശ്രമിക്കണം, ശ്രമിച്ച് വിജയിക്കണം. ഇന്ന കുറവുകൾ നിനക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇന്നലെ ഒരു ടീച്ചർ എന്നോട് പറയേണ്ടായി, സാറേ ഞാൻ കുറേ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം അവരുടെ മുഖം കണ്ടാൽ അതൊക്കെ അവർക്ക് അറിയാമെന്നുള്ള ധാരണയാണ്. പക്ഷെ പ്രോബ്ലം ഇട്ടുകൊടുത്തപ്പോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇതെന്താ ചെയ്യാത്തേന്ന് പറയുമ്പോ അത് എളുപ്പമല്ലേ ടീച്ചറെ, ചെയ്യാൻ എന്തിരിക്കുന്നു എന്നാണ് ഒരു കുട്ടി പറഞ്ഞത് അത്രേ. എന്നാൽ അതൊന്ന് വർക്കൗട്ട് ചെയ്യൂ എന്ന് പറയുമ്പോ
ആദ്യത്തെ 2-3 അക്ഷരം എഴുതിയതോടുകൂടി നിന്നു പേന. എന്താ കാരണം? അടുത്തതറിഞ്ഞൂടാ. ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ പഴയ സമ്പ്രദായം പോലെ പെരുക്കപ്പട്ടിക, എഞ്ചുവടി എന്നൊക്കെ പറയുന്ന പെരുക്കപ്പട്ടിക പഠിച്ച കുട്ടിക്ക് 478 × 326 മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ചെറുപ്പം മുതൽക്ക് തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച വ്യക്തിക്ക് കാൽക്കുലേറ്റർ കിട്ടിയില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്യാനും പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റില്ല, ആഡ് ചെയ്യാനും പറ്റില്ല. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോ ഓരോ അമ്മയും ഓരോ അച്ഛനും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം, അനുമോദിക്കണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ആശ്വസിപ്പിക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ കുട്ടിക്കുള്ള പരിമിതികളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും കൂടി വേണം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കാനല്ല, അതിനെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആക്കി മാറ്റാനുമല്ല. ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് ധരിച്ച് കോൺഫിഡൻസ് ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ കോൺഫിഡൻസ് സൃഷ്ടിച്ച് ആ കുട്ടി മുമ്പോട്ട് പോകുമ്പോൾ ദുര്യോധനന് പറ്റിയ മാതിരിയാ. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് ധരിക്കുക, വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് ധരിച്ച് നടക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് പല കുട്ടികൾക്കും ഇപ്പൊ സംഭവിക്കുന്നത് ഇന്ന് വരെ തോന്നുന്നു. നല്ല സമ്പത്തുള്ള കുടുംബം, മൊബൈൽ ഫോണുണ്ട്, നല്ല റിച്ചായിട്ടുള്ള ഭക്ഷണം, വേണ്ടതിനും വേണ്ടാത്തതിനും പോഷകാംശങ്ങള്, കിടക്കാൻ അടിപൊളി ബെഡ്, ഓഫ് ചെയ്യാത്ത ഫാൻ, ഏത് ചാനലും കാണാനുള്ള സൗകര്യം, എന്ത് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞാലും കൊടുക്കുന്ന അമ്മയും അച്ഛനും. ഇങ്ങനെ എല്ലാം തികഞ്ഞൊരു ലോകത്തിന് പരിമിതിയുണ്ടെന്ന് കുട്ടികൾ ചിന്തിക്കാൻ അവർക്ക് അവസരമേ ഇല്ല. അമ്മയുടെയും അച്ഛന്റെയും കൂട്ടിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം അതൊക്കെ പോകും. പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെന്ന് ചാടുന്നത് വലിയ അബദ്ധത്തിലാണ്. ഈ ഏതെങ്കിലുമൊക്കെ ചില പ്രഹസനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ട് അതെല്ലാമാണ് ജീവിതമെന്ന് ധരിച്ചു പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ 2-3 സീരിയലുകളുണ്ട് ടിവിയില്. നികൃഷ്ടവും നീചവുമായ മനുഷ്യവികാരത്തെ പ്രോജ്വലിപ്പിക്കുന്ന ആ സീരിയൽ അമ്മമാര്, സഹോദരിമാര് കാണുന്നത്. അത് അവരുടെ സ്വഭാവത്തെ ന്യായീകരിക്കാൻ പോലും ആ സീരിയല് കാരണമാകുന്നു എന്നറിയാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള സീരിയലുകൾ കണ്ട അമ്മമാര് ആ മരുമക്കളെയും മക്കളെയും വളരെ മോശമായ രീതിയിൽ കമന്റ് പറഞ്ഞ് തമ്മിൽ അടിപ്പിച്ച് ജീവിക്കുന്നൊരു കാഴ്ച എല്ലാ ദിവസവും വൈകുന്നേരവും ടി വി സീരിയലിലൂടെ കാണുന്നു എന്ന് വിചാരിക്കുക. കുറെ കഴിയുമ്പോൾ നിരന്തരം കേൾക്കുന്നതും നിരന്തരം കാണുന്നതുമാണ് യാഥാർത്ഥ്യം എന്ന് ധരിച്ച് അത് ജീവിതത്തിൽ പകർത്താനും കൂടി തുടങ്ങിയാൽ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഈ ഭൂമിയിൽ ജനിച്ച സ്ഥിതിക്ക് കുട്ടികൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകും, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോ ഈ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെന്നും തടസ്സങ്ങളുണ്ടെന്നും വേദനകളുണ്ടെന്നും കുറവുകളുണ്ടെന്നും ഒന്നും മനസ്സിലാക്കാതെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞ് പോയാലുള്ള അവസ്ഥ എന്താ? നിറച്ചും ഗട്ടറുള്ള ഒരു റോട്ടിലൂടെ ഒരു സ്കൂട്ടർ 4ാമത്തെ ഗിയറിലിട്ട് ഹൈ സ്പീഡിൽ ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഗട്ടറുണ്ടെന്നറിഞ്ഞ് അതനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളത് ഒരുപക്ഷെ ഡ്രൈവിംഗ് സ്കൂളിൽ പോലും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അത് അവനവന്റെ വിവേകമനുസരിച്ചിട്ട് കണ്ടെത്തിയിട്ട് തന്നെത്താനെ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതിന് പകരം 4ാമത്തെ ഗിയറിലിട്ടാൽ 60 കിലോമീറ്റർ സ്പീഡിൽ പോവാം, ഒരു പ്രോബ്ലം ഇല്ലെന്നും പറഞ്ഞിട്ട് ഗട്ടറുള്ള റോട്ടിൽ കൂടെ, ഹമ്പുള്ള റോട്ടിൽ കൂടെ ഓടിച്ചാല് വീഴ്ചയായിരിക്കും സംഭവിക്കുക. ആ വീഴ്ച ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാവും, ആത്മഹത്യക്ക് വരെ കാരണമാവും. അതുകൊണ്ട് നമ്മുടെ മക്കളില് ആത്മവിശ്വാസമുണ്ടാക്കുമ്പോൾ, അഭിമാനമുണ്ടാക്കുമ്പോൾ, അവരുടെ ഭയവും അവരുടെ വേദനയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അപകർഷതാബോധവും ഇല്ലാതെയാക്കുമ്പോൾ അവര് പരിമിതിയൊന്നും ഇല്ലാത്തവരാണെന്നുള്ള വികാരമുണ്ടാക്കല്ലേ. അവർക്കെല്ലാം കീഴടക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥയുള്ളവരാണ്
എന്ന ബോധം കൊടുക്കല്ലേ എല്ലാം കീഴടക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥയുള്ളവരായി തീരണമെന്ന് കൊടുക്കും. അങ്ങനെ ഉള്ളവരാണെന്ന് കൊടുക്കല്ലേ, അങ്ങനെയാണ് വേണ്ടത് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചാല്, അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചാല് ഓരോ പരിമിതിയും എണ്ണി എണ്ണി പറഞ്ഞ് എങ്ങനെയാണോ പാട്ട് പഠിക്കുന്ന കുട്ടിയെ ആരോഹണവും അവരോഹണവും രാഗങ്ങൾ പഠിപ്പിക്കുന്നത്, തെറ്റുമ്പോ തിരുത്തിയാണ് പാട്ട് പഠിപ്പിക്കുക. അതേപോലെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തെറ്റുമ്പോ തിരുത്തി പഠിപ്പിക്കാനുള്ള സംവിധാനം ഇല്ല. പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു, പരീക്ഷ എഴുതുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കുന്നു, തെറ്റ് സംഭവിച്ചതിനെ കുറിച്ച് അനലൈസ് ചെയ്യണില്ല. അത് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ നന്മകളും കൊടുക്കുമ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തല്ലേ, എല്ലാവിധ നന്മകളും ഉണ്ടാവണമെന്ന് ബോധ്യപ്പെടുത്തും. അപ്പൊ കുറവുകൾ കൂടി ചൂണ്ടിക്കാണിക്കും. അത് ഷാർപ്പ് വാക്കിലൂടെ വേണ്ട, അത് പൊളൈറ്റ് ആയിട്ട്, ഗൈഡിങ് ആയിട്ട്, ഇൻസ്ട്രക്റ്റിംഗ് ആയിട്ട്, മോട്ടിവേറ്റിംഗ് ആയിട്ട് അവരുടെ പരിമിതികൾ ഇടയ്ക്കെങ്കിലും അറിയിക്കുമ്പോൾ അവർക്ക് അരോചകവും വേദനാജനകവും ആകാത്ത വിധത്തിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.